ഗൗതം, ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിനകത്ത് വിഭിന്ന സ്വരങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത്, അതായത് വി ഡി സതീശൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് പറയുന്ന പോലെ ഇവിടുത്തെ സർക്കാർ എടുക്കുന്ന നിലപാട് പോലെ കാശ് കിട്ടുന്നതല്ലേ, സ്കൂളുകളുടെ ഉന്നമനമല്ലേ, നമുക്കത് വാങ്ങിക്കൂടെ എന്ന രീതിയിൽ ഒരു ആഭിമുഖ്യം പറയുമ്പോൾ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് തികച്ചും ഒരു കാവ്യവൽക്കരണമാണ്, അത് ഈ പറയുന്ന രീതിയിലൊരു അടിയിൽക്കൂടുള്ള ഒരു ബന്ധമാണ് എന്ന് KC വേണുഗോപാൽ പറയുന്നു. അതുമല്ല, ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും PM ശ്രീ പദ്ധതി നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് പറയാൻ വോയിസ്, എതിർത്ത് പറയാൻ വോയിസ് എന്ന് CPM ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കോൺഗ്രസിനകത്തുള്ള ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? ഇതിലിപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് ഈ CPM-ഉം BJP-യും തമ്മിൽ ഒരു അന്തർധാരയുണ്ട്. അതെ, ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇതിപ്പം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെന്നാണ്. അതെ. നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഫണ്ട് നല്ലതാണ് സ്വീകരിക്കുന്നത്. കാരണം ഫണ്ടിന്റെ ആവശ്യം പല രീതിയിൽ ആവശ്യമുണ്ട്. സ്കൂൾ ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കണം, കുട്ടികളുടെ മറ്റ് ഗ്രാന്റുകൾ നടപ്പാക്കണം. ഇതിനൊക്കെ ഫണ്ട് ആവശ്യമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫണ്ട് വലിയ വിഷയമാണ്. 1500ഓളം രൂപ ലഭിക്കാനുണ്ട്. 1500, അതെ, അത്രയും കോടി രൂപയോളം ലഭിക്കാനുണ്ട്. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിടുന്നതുകൊണ്ട് ഫണ്ട് സ്വീകരിച്ചോളൂ. പക്ഷെ വർഗീയപരമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കേരളം ശ്രമിക്കാതിരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു മൃദു സമീപനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയത്തിൽ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭിന്നാഭിപ്രായം കോൺഗ്രസിനിടയിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ അയ്യപ്പേട്ടൻ പറഞ്ഞ പോലെ പല സംസ്ഥാനങ്ങളും ഇതിപ്പോൾ നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്നിപ്പോൾ തമിഴ്നാടാണ്, ഒന്ന് വെസ്റ്റ് ബംഗാളാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇത് നടപ്പിലാക്കി. കർണാടകമാണ് ഏറ്റവും ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം. അതെ. അപ്പൊ ഈ കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് നടപ്പിലാക്കുകയും കേരളത്തിൽ വരുമ്പോൾ അവർ ഇതിനെതിരായിട്ട് നിൽക്കുമ്പോൾ അവരുടെ തന്നെ ഇരട്ടത്താപ്പ്, ഇവിടെ CPM-ന്റെ ഇരട്ടത്താപ്പ് നമ്മളിപ്പം ചോദ്യം ചെയ്യപ്പെടുന്ന പോലെ തന്നെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇത് രാജ്യത്തെ ധ്രുവീകരിക്കുന്ന, രാജ്യത്തിന് അപകടകരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണെന്ന് പറയുകയും അത്തരത്തിലുള്ള പല നിലപാടുകൾ മറ്റ് CPM നേതാക്കൾ സ്വീകരിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ അവരുടെ ഈ ഒരു നയം മാറ്റം നമ്മൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇപ്പുറത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത് കോൺഗ്രസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പല സംസ്ഥാനങ്ങളും ഇതിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ NEP-ക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവരൊക്കെ തത്വത്തിൽ BJP-യുടെ അജണ്ടയെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിയമപരമായിട്ട് സ്റ്റേറ്റിന്റെ, പ്രധാനമായിട്ടും സ്റ്റേറ്റ് ആണ് അതിൽ തീരുമാനം. ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് ഇതിലൊരു സെന്ററിന്റെ ഒരു ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്, സെന്ററിന്റെ ഒരു കേന്ദ്രത്തിന്റെയും കൂടി ഒരു ഇടപെടൽ എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങളെ മാറ്റി തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസും ചെറിയ രീതിയിലൊക്കെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അവര് തന്നെ നേരത്തെ എടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് അതിനെ ഇപ്പൊ യഥാർത്ഥത്തിൽ BJP യൂട്ടിലൈസ് ചെയ്യാണ്, ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ ടെക്സ്റ്റ് ബുക്കുകളാണ്. ഈ ടെക്സ്റ്റ് ബുക്കുകൾക്കെല്ലാം ഒരു നാഷണലിസ്റ്റിക് ഔട്ട്ലുക്ക് വേണമെന്ന് ഈ വിദ്യാഭ്യാസ നയത്തിൽ പ്രത്യേകമായിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പൈതൃക പശ്ചാത്തലമൊക്കെ അനുസരിച്ച് അതും പഠിപ്പിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ നാഷണൽ ഔട്ട്ലുക്ക് വേണം. BJP RSS ഒക്കെയാണ് രാജ്യം ഭരിക്കുന്നത് എന്നൊരു സാഹചര്യം നിലനിൽക്കെ ആ നാഷണലിസ്റ്റിക് ഔട്ട്ലുക്ക് ഏത് രീതിയിലായിരിക്കും എന്നതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ആ നാഷണലിസ്റ്റിക് ഔട്ട്ലുക്കിൽ ഗാന്ധിയെ മറക്കുകയും ഗോഡ്സെയെ കൊണ്ടുവരികയും ഗോൾവാക്കറിനെയും അല്ലെങ്കിൽ VD സവർക്കറിനൊക്കെ കൂടുതൽ പ്രതിഷ്ഠ നൽകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനല്ല, കൂടുതലും CPM നേരത്തെ പ്രകടമാക്കിയത്. ഇപ്പം കോൺഗ്രസും അത് പ്രകടമാക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ഈ ഒരു വികാരം ഉണ്ടല്ലോ, ഇപ്പം തിളയ്ക്കുന്ന ഈ ഒരു തിളപ്പ്, അത് യഥാർത്ഥത്തിൽ അതിലെന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടോ എന്നുള്ളത് ഒരു ഗൗരവകരമായിട്ടുള്ള ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണോ ഇവരുടെ ഈ പ്രതികരണം? നേരത്തെ എവിടെയായിരുന്നു? ഈ 5 വർഷം ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ CPM നടത്തി അത്ര പോലും കൃത്യമായിട്ടുള്ള ഒരു എതിർപ്പ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ?
അല്ല, അതായത് ഈ കുട്ടികളുടെ ഉന്നമനം, അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ ഉന്നമനം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസം, വിദ്യയിലൂടെ വരുന്ന ഒരു ഉന്നമനമാണ്. വിദ്യാർത്ഥികളുടെ ഉന്നമനം, വിദ്യാലയത്തിൻ്റെ ഉന്നമനം എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടായിരിക്കുമോ രാഹുൽ ഗാന്ധി അടങ്ങുന്ന കോൺഗ്രസ്സുകാരൊക്കെ തന്നെയും പിന്നെ ഗൗതം പറഞ്ഞ പോലെ ഇവരുടെ ഭരണകാലത്തും സംസ്ഥാനത്തിന് മേൽ കേന്ദ്രത്തിൻ്റെ ഒരു നിയന്ത്രണം വന്നിട്ടുണ്ട് എന്ന കാരണവും കൂടെ കൊണ്ടായിരിക്കുമോ ഈ PM ശ്രീ പദ്ധതിക്ക് കോൺഗ്രസ് ചാഞ്ഞു നിൽക്കുന്നത്? വേറൊരു കാര്യം പറഞ്ഞ്, വിദ്യാലയങ്ങൾക്ക് ഉന്നതി ഉണ്ടാകുന്നത് രാഷ്ട്രത്തിന് ഉന്നതി ഉണ്ടാകുന്നതിന് തുല്യമാണ്. പക്ഷെ അതിൽ ഈ പറയുന്ന പോലെ പാരമ്പര്യം, മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാന്ന് പറയുമ്പോൾ അതിൽ ഈ പറയുന്ന ഗോൾവാക്കറേയും മറ്റു കാര്യങ്ങളും പഠിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. അതിൽ ഈ പറയുന്ന വേറെ കാവി കടത്തൽ നടത്താതിരുന്നാൽ ഈ പദ്ധതി നല്ലൊരു പദ്ധതിയാണ്. അതിപ്പോൾ ഭരണത്തിൽ ഇവർ ഇരിക്കുന്നത് കൊണ്ടാണ് കാവ്യവൽക്കരണം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം വരുന്നത്. ഇതിലിപ്പം PM ശ്രീയിൽ 14,500ഓളം സ്കൂളുകളെയാണ് ഇതാണ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുരോഗതിയുടെ അതായത് ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ടും അല്ലാതെയുള്ള മറ്റു രീതിയിലൊക്കെയുള്ള ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ NEP-യുമായി ബന്ധപ്പെട്ടിട്ടാണ് ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്. പക്ഷെ ഈ ഫണ്ട് അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സമഗ്ര ശിക്ഷാൻ അഭിയാൻ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതെ, സർവശിക്ഷ അഭിയാൻ. അപ്പൊ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഏത് ഈ PM ശ്രീ. അപ്പൊ ആ ഒരു രീതിയിൽ മാത്രമേ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് അനുസരിച്ചിട്ട് സമഗ്ര ശിക്ഷ അഭിയാനില് 2023-24 ഫിസിക്കൽ ഇയറില് കേരളത്തിന് 1031 കോടി രൂപയാണ് ഈ SSA വഴി ലഭിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ 2024-25 കാലഘട്ടം നോക്കുകയാണെങ്കിൽ 1 രൂപ പോലും ഇതിലൂടെ ലഭിച്ചിട്ടില്ല. ഈ PM ശ്രീയുടെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PM ശ്രീ ഒപ്പുവെച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്. അപ്പോൾ 2 കോടി രൂപയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഓരോ സ്കൂളിനുമായിട്ട് ഈ PM ശ്രീ വഴി ലഭിക്കുക. 2 കോടി രൂപ ഇത്ര ഒരു പ്രത്യേക പീരീഡില്, അതായത് ഒരു വർഷത്തെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളിന് പ്രയോജനപ്പെടുത്താമെന്ന് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്റ്റേറ്റിന്റെ കീഴിലാണ് വിദ്യാഭ്യാസം എന്ന് ഇരിക്കെ ഈ ഫണ്ട് മാത്രം സ്വീകരിച്ചുകൊണ്ട് അതിലുള്ള പല അജണ്ടകളും അല്ലെങ്കിൽ മറ്റ് പല പ്രോഗ്രാമുകളെയും തിരസ്കരിച്ചുകൊണ്ട് ഒരു നയം സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്ന് പറയുന്ന ഒരു ആശയക്കുഴപ്പമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അത് നടക്കില്ല. കാരണം ഇന്നത്തെ മുഖ്യധാര പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഒപ്പുവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യവസ്ഥയെ മുഴുവനായിട്ട് അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അംഗീകരിക്കുക എന്ന് പറയുന്ന. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുക, ഇതിനിപ്പോൾ എതിർത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോഴാണ് അവിടെ ചോദ്യം വരുന്നത്, എന്തുകൊണ്ട് സ്റ്റാലിൻ എടുത്ത സ്റ്റാൻഡ് നമ്മുടെ സംസ്ഥാന ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല? സ്റ്റാലിനുമായിട്ട് നമുക്കറിയാം പിണറായിക്ക് വലിയ അടുത്ത സൗഹൃദമുണ്ട്, രാഷ്ട്രീയപരമായിട്ടും ഒരുപാട് സാമ്യതയും അവർക്കിടയിലൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് നിയമപരമായിട്ട് കോടതിയിലേക്ക് പോയി, സംസ്ഥാന സർക്കാർ കോടതിയിൽ പോയി ഒരു ഫണ്ട് സ്വീകരിക്കുന്നില്ല? ഇപ്പൊ സ്റ്റാലിൻ അങ്ങനെയാണ് പോയിട്ട് അവർക്ക് ഫണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തത്. അവർ പ്രത്യേക നയം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പൊ സ്റ്റാലിന്റെ പ്രശ്നം എന്താണ്? തമിഴ്നാടിന്റെ പ്രശ്നം എന്താണ്? ദ്വിഭാഷയാണ്. ഇതിൽ 3 ഭാഷ പഠിപ്പിക്കണം എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ്, പിന്നെ ഒന്ന് നമ്മുടെ മാതൃഭാഷ, മറ്റൊന്ന് ഹിന്ദി ഇവർക്കൊരു വലിയ പ്രശ്നമായിട്ട് മാറിത്തീരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സ്റ്റാലിൻ ഇതിനെ എതിർക്കാനുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വല്ലാത്തൊരു ഗുരുതര സാഹചര്യത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ NEP ഒപ്പുവെച്ചില്ലെങ്കിൽ, ഈ PM ശ്രീയിലേക്ക് സംസ്ഥാനത്തിന്റെ ഒപ്പ് വന്നില്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള ഭീഷണികൾ മുഖ്യമന്ത്രി, ബഹുമാന്യനായിട്ടുള്ള സഖാവ് മുഖ്യമന്ത്രിക്ക് മേലും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് മേലും രൂപപ്പെടുമോ എന്ന് കൃത്യമായിട്ടും CPM ഇപ്പോൾ ആശങ്കപ്പെടുന്നുണ്ട്. അതിന് ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം ഒരുപാട് കേസുകളാണുള്ളത്. അപ്പൊ അതൊക്കെ കുത്തിപ്പൊക്കുമോ? ഇത്തരത്തിലുള്ള ഭീഷണികളാണല്ലോ കൃത്യമായിട്ടും ഭയക്കേണ്ടി വരുന്നത്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണോ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ PM ശ്രീക്ക് ഈ വെസ്റ്റ് ബംഗാള്, തമിഴ്നാടിന് ഒക്കെ അവരിൽ നിന്നൊക്കെ മാറി നിന്ന് ഇപ്പോൾ ഒപ്പുവെക്കാൻ തയ്യാറാവുന്നത് എന്ന് നമുക്ക് എന്തായിട്ടും അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇത് ഇന്നത്തെ ദിവസവും കഴിഞ്ഞ ദിവസവും ഒക്കെ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് വളരെ ഗൗരവകരമായിട്ട് ചർച്ചയായിട്ടുള്ളത്. വരും ദിവസങ്ങളിലും കൂടുതൽ വിഷയത്തിലേക്ക് ഇത് പോകും. എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു നാഷണലിസ്റ്റിക്, ഒരു ദേശീയ കാഴ്ചപ്പാട് വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യം.